സന്ദീപ് വാര്യർ കോൺഗ്രസിലേക്ക് വന്ന് പോയത്. പക്ഷേ അവിടെ എത്തിപ്പെട്ടതിന് ശേഷം നമ്മൾ മനസ്സിലാകുന്നത് അദ്ദേഹം മുസ്ലിം ലീഗിലാണ് എത്തിയതെന്നാണ്. ബി ജെ പിയിൽ നിന്ന് ഒരു കൊഴിഞ്ഞു പോക്ക് എന്നുള്ള രീതിയിലൊന്നും നമുക്കതിനെ കാണാൻ സാധിക്കില്ല. അതൊരു വ്യക്തിക്കുണ്ടായിരിക്കുന്നൊരു പ്രശ്നമാണ്. ബി ജെ പിയിൽ നിന്ന് മുമ്പ് പോയിട്ടുണ്ട്, പലരും പോയിട്ടുണ്ട്. ഇപ്പോൾ ശങ്കർ സിംഗ് വഗേല പോയില്ലേ. പക്ഷെ അത് മറ്റുള്ളവർക്ക് ബോധ്യപ്പെടുന്നൊരു പ്രശ്നം അതിനകത്തുണ്ടാകണം. രാഹുൽ ഗാന്ധി അദ്ദേഹം പറയുന്നത് കേൾക്കാണ്ട് നായയ്ക്ക് ബിസ്ക്കറ്റ് കൊടുത്തുകൊണ്ടിരിക്കുക. നമ്മൾ ഈ നറേറ്റീവ് കേൾക്കുമ്പോൾ ശരിയായിരിക്കും. ഓക്കെ, ഒരു കാര്യം കേൾക്കുമ്പോൾ ശരിയാണല്ലോ അയാൾ പറയുന്നതെന്ന് തോന്നും. പാൽ സൊസൈറ്റിയിൽ മത്സരിക്കേണ്ടെന്ന് സന്ദീപ് വാര്യരോട് ആരെങ്കിലും പറഞ്ഞോ? രാജ്യം മുഴുവൻ ചർച്ചയായ പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ നേതൃത്വത്തിൽ 2010 നടന്ന ചായ് പേ ചർച്ചയുടെ സംസ്ഥാനതല കോർഡിനേറ്റർ, കല, രാഷ്ട്രീയ, സാമുദായിക രംഗങ്ങളിലെല്ലാം വ്യക്തിമുദ്ര പതിപ്പിച്ചിട്ടുള്ള, സാംസ്കാരിക മേഖലകളിൽ വ്യക്തിമുദ്ര പതിപ്പിച്ചിട്ടുള്ള, ഇപ്പോൾ BJPയുടെ ഇൻ്റലക്ച്വൽ സെല്ലിൻ്റെ കോർഡിനേറ്ററായ യുവരാജ് ഗോകുലാണ് ഇന്ന് നമ്മളോടൊപ്പം. നമസ്കാരം. നമസ്കാരം. ഇപ്പോൾ BJPയുടെ അന്ത്യചർച്ചകളിലെ ഏറ്റവും പ്രധാനപ്പെട്ട നിരകളിലെ ഒരു മുഖമാണെന്ന്. അതുകൊണ്ട് തന്നെ ഒരു കാലഘട്ടത്തിൽ, ഒരു സമയത്ത് BJPയുടെ ഏറ്റവും പ്രധാനപ്പെട്ട ശബ്ദമായിരുന്ന സന്ദീപ് വാര്യർ, എനിക്ക് തോന്നുന്നു കോൺഗ്രസ് അടക്കമുള്ള മറ്റു പാർട്ടികളെ വലിയ അങ്കലാപ്പിലാക്കിയിരുന്ന ഒരു വിഷയം, ഇപ്പോഴും അങ്കലാപ്പിലാക്കിക്കൊണ്ടിരിക്കുന്ന ഒരു വിഷയം, CPM-ൽ നിന്നും കോൺഗ്രസിൽ നിന്നും ഒക്കെ ഒരുപാട് പേര് BJP-യിലേക്ക് പോകുന്നതാണ്. അന്നും BJP ശക്തമായി മുൻപോട്ട് പറഞ്ഞ കാര്യം, BJP വിട്ട് അങ്ങനെ ആരും ഒരു ഒഴുക്കും BJP-യിൽ ഉണ്ടാകുന്നില്ല. പക്ഷേ പാലക്കാട്ടെ തെരഞ്ഞെടുപ്പിന് തൊട്ട് മുമ്പ് സന്ദീപ് വാര്യർ BJP വിട്ട് പോയത് BJP-യെ സംബന്ധിച്ച് ഒരു തിരിച്ചടിയായിരുന്നു. അദ്ദേഹം അത്തരത്തിൽ പോകുമ്പോൾ എന്തെങ്കിലും നഷ്ടങ്ങൾ ഉണ്ടാകാനുള്ള സാധ്യതയുണ്ട്. എന്താണ് അങ്ങയുടെ ഒരു കാഴ്ചപ്പാട്? അല്ല, ഒന്ന്, BJP-യെ സംബന്ധിച്ചിടത്തോളം ഡിബേറ്റിനകത്ത് ഒരുപാട് നല്ല മുഖങ്ങളുണ്ട്. എന്നെക്കാളും നോളജുള്ള ഒരുപാട് മുഖങ്ങളുണ്ട്, നല്ല പ്രസൻറ്റേറ്റേഴ്സ് ഉണ്ട്. ഇപ്പോൾ ഏറ്റവും പ്രധാനപ്പെട്ട മുഖം എന്നൊക്കെ പറയുന്നത് അത്ര ശരിയായിട്ടുള്ള ഒന്നല്ല. പക്ഷേ വളരെ മികച്ച ഡിബേറ്റേഴ്സ് അതിനകത്തുണ്ട്. ഒന്ന്. രണ്ട്, സന്ദീപ് വാര്യരുടെ വിഷയം ഞാൻ സംസാരിക്കാൻ താല്പര്യപ്പെടുന്ന അങ്ങനൊരു ഉദ്ദേശത്തിലല്ലല്ലോ ഞാൻ പ്രതീക്ഷിക്കുന്ന ഒരു ചോദ്യമല്ല അത്. പക്ഷേ ചോദിക്കുന്ന സ്ഥിതിക്ക് മറുപടി പറയാതിരിക്കുക എന്ന് പറയുന്നത് ബുദ്ധിമുട്ടാണ്. BJPയിൽ നിന്ന് ഒരു കൊഴിഞ്ഞു പോക്ക് എന്നുള്ള രീതിയിലൊന്നും നമുക്കതിനെ കാണാൻ സാധിക്കില്ല. അതൊരു വ്യക്തിക്കുണ്ടായിരിക്കുന്നൊരു പ്രശ്നമാണ്. ഇപ്പോൾ ഒരു വ്യക്തി ഒരു സംഘടന വിടുന്ന സമയത്ത് അത് ഏത് ഇപ്പോൾ ഇന്ത്യ ചരിത്രത്തിൽ ആദ്യമായിട്ടൊന്നുമല്ല ഒരു രാഷ്ട്രീയ പാർട്ടിയിൽ നിന്ന് ഒരാൾ മറ്റൊരു രാഷ്ട്രീയ പാർട്ടിയിലേക്ക് പോകുന്ന സാഹചര്യം ഉണ്ടാകുന്നു. BJPയിൽ നിന്ന് മുമ്പ് പോയിട്ടുണ്ട്, പലരും പോയിട്ടുണ്ട്. ഇപ്പോൾ ശങ്കർ സിംഗ് വഗേല പോയിട്ടുണ്ട്. ആദ്യത്തെ സംഭവമൊന്നുമല്ല. കോൺഗ്രസിൽ നിന്ന് ഒരുപാട് പേര് BJPയിലേക്ക് വന്നിട്ടുണ്ട്, CPM-ൽ നിന്ന് വന്നിട്ടുണ്ട്. ഈ പോകുന്നതിന് അതിശക്തമായിട്ടുള്ളൊരു കാരണം ഉണ്ടാകണം. അതിശക്തമായിട്ടുള്ളൊരു കാരണം. പലപ്പോഴും ഐഡിയോളജിക്കലായിരിക്കില്ല വിഷയം. കാരണം സംഘടനയ്ക്കകത്ത് ഒരുമിച്ച് പ്രവർത്തിക്കുന്ന സമയത്ത് തനിക്ക് അർഹമായ കിട്ടിയില്ല എന്നുള്ളതുണ്ടാകും, അല്ലെങ്കിൽ മറ്റെന്തെങ്കിലും ഇതുണ്ടാകും. പക്ഷേ അത് മറ്റുള്ളവർക്ക് ബോധ്യപ്പെടുന്നൊരു പ്രശ്നം അതിനകത്തുണ്ടാകണം. ഇപ്പോൾ ശങ്കർ സിംഗ് വഗേല പോയി, ഓക്കെ, അദ്ദേഹത്തിന് മുഖ്യമന്ത്രി സ്ഥാനാർത്ഥിയാകേണ്ടതായിരുന്നു, അല്ലെങ്കിൽ അങ്ങനെയാണ്. അപ്പോൾ അത്രയും വലിയ ഇഷ്യൂ ആണ്, ഒരു മേജറായിട്ടുള്ളൊരു ഇഷ്യൂ ആണ്. അല്ല, ഇപ്പോൾ യെദ്യൂരപ്പജി ഒരിക്കൽ BJP വിട്ട് പുറത്തിറങ്ങി അദ്ദേഹം സ്വന്തമായിട്ടൊരു പാർട്ടി തുടങ്ങുന്നൊരു സാഹചര്യമുണ്ട്. നമുക്കറിയാം അന്ന് വലിയ പ്രശ്നങ്ങൾ തുടർച്ചയായിട്ട് അദ്ദേഹത്തിന് നേരെ ഉണ്ടായി. സ്വാഭാവികമായിട്ട് പാർട്ടിക്കകത്ത് വലിയ ചേരിപ്പോരുകളൊക്കെ ഉണ്ടായി. അപ്പോൾ അതിനെ തുടർന്നിട്ടാണ് അദ്ദേഹം പുറത്തിറങ്ങുമ്പോൾ പോലും അദ്ദേഹം മറ്റൊരു പാർട്ടിയിലേക്കല്ല പോയത്, അദ്ദേഹം സ്വന്തമായിട്ടൊരു പ്രസ്ഥാനം അദ്ദേഹം ആരംഭിക്കുകയാണ് അവിടെ ചെയ്തിട്ടുണ്ട്. ഇപ്പോൾ ഹിമന്ത ബിശ്വ ശർമ്മ BJPയിലേക്ക് വരുന്നൊരു സാഹചര്യം ഉണ്ടായിട്ടുണ്ട്. ഹിമന്ത ബിശ്വ ശർമ്മ BJPയിലേക്ക് വരുമ്പോൾ അദ്ദേഹം തന്നെ പലതവണ പറഞ്ഞിട്ടുണ്ട്, അദ്ദേഹം ഒരുപാട് നാൾ, 1 2 ദിവസം 3 ദിവസം അല്ല, കുറേ നാൾ കൊണ്ട് അദ്ദേഹത്തിനുണ്ടായിരിക്കുന്ന പ്രശ്നം, അവിടെ നേരിട്ട് കൊണ്ടിരിക്കുന്ന പ്രശ്നം, ആസാം മുഖ്യമന്ത്രിയായിരുന്ന തരുൺ ഗൊഗോയ് അദ്ദേഹത്തിൻ്റെ ഭാഗത്ത് നേരിട്ടിരിക്കുന്ന പ്രശ്നങ്ങൾ, ഈ പ്രശ്നങ്ങളെക്കുറിച്ച് ഒരുപാട് നാളുകൾ ചർച്ച ചെയ്യുകയും ഒരു രാഹുൽ ഗാന്ധിയെ കാണാൻ പോവുകയും രാഹുൽ ഗാന്ധി അദ്ദേഹം പറയുന്നത് കേൾക്കാണ്ട് നായയ്ക്ക് ബിസ്ക്കറ്റ് കൊടുത്തുകൊണ്ടിരിക്കുകയൊക്കെ ചെയ്തിട്ടുണ്ടെന്ന ഒരു സംഭവം അദ്ദേഹം എക്സ്പ്ലെയിൻ ചെയ്തു. ഇത്തരത്തിലുള്ളൊരു വിഷയങ്ങൾ അതിനകത്തുണ്ടാകണം. ഇദ്ദേഹത്തിനെ സംബന്ധിച്ചിടത്തോളം ഇദ്ദേഹം ഈ പോകുന്നതിൻ്റെ തലേ ദിവസം വരെയും അദ്ദേഹത്തിന് അങ്ങനത്തെ വലിയ പ്രശ്നങ്ങളുള്ളതായിട്ട് നമ്മുടെ ആരുടെ അറിവിലില്ല. അദ്ദേഹം വളരെ ആക്റ്റീവായിട്ട് ചാനൽ ചർച്ചകളിൽ പങ്കെടുത്തുകൊണ്ടിരിക്കുകയാണ്. അദ്ദേഹത്തിന് ഇപ്പോൾ നമുക്കൊക്കെ കിട്ടുന്നത് പോലുള്ള സ്പേസ് തന്നെ അദ്ദേഹത്തിന് കിട്ടിയിട്ടുമുണ്ട്. ഇപ്പോൾ പെട്ടെന്നൊരു സുപ്രഭാതത്തിൽ അദ്ദേഹത്തിനൊരു വേദിയിലിരിക്കാൻ കസേര കിട്ടിയില്ല എന്ന് പറഞ്ഞ് അദ്ദേഹം പ്രസ്ഥാനം വിടുന്ന ഒരു സാഹചര്യം ഉണ്ടാകുമ്പോൾ അത് പിണങ്ങാനൊരു വിഷയമാണ്, അല്ലാന്ന് ഞാൻ പറയുന്നില്ല. പിണങ്ങാം, ഒരാൾക്ക് മാനസികമായിട്ട് ബുദ്ധിമുട്ടുണ്ടാകാം, പിണങ്ങണ്ട എന്നൊന്നും പറയുന്നില്ല. പക്ഷെ അത് പരിഹരിക്കുവാനുള്ള
ഫോറങ്ങളകത്തുണ്ട്. അതൊരു വലിയ സംവിധാനമാണ്. അദ്ദേഹത്തെ കാണാൻ വേണ്ടിയിട്ട് ഒരുപാട് പേര് പോയി. RSSൻ്റെ ഭാഗത്തു നിന്നുൾപ്പെടെയുള്ള ജയകുമാർജി ഉൾപ്പെടെയുള്ള ആൾക്കാർ അദ്ദേഹത്തെ പോയി കാണുന്ന സാഹചര്യമുണ്ട്. സന്ദീപ് വാര്യരിന് പുറത്ത് വന്നതിന് ശേഷം അദ്ദേഹം ഗുരുതുല്യനാണെന്നൊക്കെ പറഞ്ഞു അപ്പോൾ അത്തരത്തിലുള്ള ആൾക്കാരൊക്കെ കാണുന്നുണ്ട്. അപ്പോൾ അങ്ങനൊരു പാർട്ടി വിടാനും വേണ്ടിയിട്ടുള്ള ഒരു എക്സ്ട്രാ ഓർഡിനറി സാഹചര്യമൊന്നും അതിനകത്ത് ഉണ്ടായിരുന്നില്ല എന്നുള്ളതാണ്. അദ്ദേഹം ആ സമയത്ത് ഉയർത്തിയിരുന്ന ഏറ്റവും പ്രധാനപ്പെട്ട ഒരു വാദം സി കൃഷ്ണകുമാർ തന്നെയാണ് പാർലമെൻറ്റിലെ തെരഞ്ഞെടുപ്പ് വരുമ്പോൾ, നിയമസഭാ തെരഞ്ഞെടുപ്പ് വരുമ്പോൾ, പഞ്ചായത്ത് തെരഞ്ഞെടുപ്പ് വരുമ്പോഴും സി കൃഷ്ണകുമാറിനെയാണ്, അതായത് ഏകപക്ഷീയമായി കെ സുരേന്ദ്രൻ സംസ്ഥാന അധ്യക്ഷൻ കെ സുരേന്ദ്രൻ്റെ ഒരു കൈകടത്തൽ ഈ കാര്യങ്ങളൊക്കെ ഉണ്ടെന്നൊരു വാദമായത് ശക്തമായി ഉയർത്തിയിരുന്നു. അപ്പോൾ അതൊരു പ്രധാനപ്പെട്ട കാരണമായിട്ട് അദ്ദേഹത്തിന് ഉയർത്തിക്കാട്ടാൻ കഴിയില്ലേ? ഇല്ല, ഞാൻ അതിനകത്ത് കാര്യം പറയാൻ എന്താ റീസൺ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഒന്ന് നമ്മൾ ഈ നറേറ്റീവ് കേൾക്കുമ്പോൾ ശരിയായിരിക്കും. ഓക്കെ, ഒരു കാര്യം കേൾക്കുമ്പോൾ ശരിയാണല്ലോ അയാൾ പറയുന്നതെന്ന് തോന്നും. ഇപ്പോൾ സന്ദീപ് വാര്യർ പറഞ്ഞിരിക്കുന്ന ഒരു വിഷയം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പാൽ സൊസൈറ്റി മുതൽ പാർലമെൻറ്റ് വരെ എന്നുള്ളതാണ്. പാൽ സൊസൈറ്റിയിൽ മത്സരിക്കേണ്ടെന്ന് സന്ദീപ് വാര്യരോട് ആരെങ്കിലും പറഞ്ഞോ? അടിസ്ഥാനപരമായി ഒരു രാഷ്ട്രീയ പ്രസ്ഥാനത്തിൽ പ്രവർത്തിക്കുമ്പോൾ, തൻ്റെ രാഷ്ട്രീയം കെട്ടിപ്പടുക്കുമ്പോൾ, സൊസൈറ്റി തിരഞ്ഞെടുപ്പുകളിൽ മുതൽ മുകളിലേക്ക് പ്രവർത്തിച്ച ഒരാൾ കയറി വരിക എന്ന് പറയുന്നത് ഒരു രാഷ്ട്രീയക്കാരൻ്റെ കഴിവായിട്ടാണ് നമ്മളതിനെ കാണേണ്ടത്. കൃഷ്ണകുമാർ പാൽ സൊസൈറ്റിയിൽ മത്സരിച്ചിട്ടുണ്ട് എന്നുണ്ടെങ്കിൽ അദ്ദേഹം അവിടെ മുതൽ ആ സംഘടനാ പ്രവർത്തനം തുടങ്ങിയതാണ് എന്നുള്ളതാണ് അതിനെ കാണിക്കുന്നത്. ഇനി ഇദ്ദേഹം പഞ്ചായത്ത് തിരഞ്ഞെടുപ്പിലും മത്സരിച്ചു, കോർപ്പറേഷൻ തിരഞ്ഞെടുപ്പിലും മുനിസിപ്പാലിറ്റി തിരഞ്ഞെടുപ്പിലും മത്സരിച്ചു എന്ന് പറയുന്നുണ്ട്. സന്ദീപ് വാര്യരോട് ചെത്തല്ലൂർ പഞ്ചായത്തിലേക്ക് മത്സരിക്കേണ്ട എന്നാരെങ്കിലും പറഞ്ഞോ? സന്ദീപ് വാര്യർ പോയിട്ട് ഞാൻ പഞ്ചായത്തിൽ ഇത്തവണ മത്സരിക്കാം, ഈ പഞ്ചായത്തിൻ്റെ ഭരണം എനിക്ക് പിടിച്ചെടുക്കണം എന്നൊരു വാശിയോടുകൂടി സന്ദീപ് വാര്യർ ഇറങ്ങാൻ പോകുമായിരുന്നു എന്നുണ്ടെങ്കിൽ ഈ പ്രസ്ഥാനം അദ്ദേഹത്തെ തടയുമായിരുന്നോ? പാലക്കാട് മത്സരിക്കണം. അല്ല, ഞാൻ കംപ്ലീറ്റ് ചെയ്യട്ടെ. ബി ഗോപാലകൃഷ്ണൻജി തൃശ്ശൂർ കോർപ്പറേഷനിലേക്ക് പരാജയപ്പെട്ടിട്ടുണ്ടാകും. പക്ഷേ തൃശ്ശൂർ കോർപ്പറേഷൻ പിടിച്ചെടുക്കണമെന്ന വാശിയോടുകൂടി അവിടെ മത്സരിക്കുവാൻ ഇറങ്ങാൻ വേണ്ടിയിട്ട് BJPയുടെ സംസ്ഥാന ഉപാധ്യക്ഷനായിട്ടുള്ള അഡ്വക്കേറ്റ് ബി ഗോപാലകൃഷ്ണൻ തയ്യാറായിട്ടുണ്ട്. പാലക്കാട് കൃഷ്ണകുമാർ തയ്യാറായിട്ടുണ്ട്. ഇതുപോലെ ജില്ലയുടെ തിരുവനന്തപുരത്താവട്ടെ അല്ലെങ്കിൽ മറ്റു പലത്താവട്ടെ വളരെ പ്രമുഖരായിട്ട് ഇപ്പോൾ അഡ്വക്കേറ്റ് സുരേഷ് ഏട്ടൻ ഇവിടെ ജില്ലാ പഞ്ചായത്തിലേക്ക് വരെ മത്സരിക്കാൻ വേണ്ടിയിട്ട് BJPയുടെ തിരുവനന്തപുരം ജില്ലാ പ്രസിഡൻ്റായിരുന്നു. വട്ടിയൂർക്കാവ് പോലെ ഒരു ഉപതെരഞ്ഞെടുപ്പിൽ അദ്ദേഹം സ്ഥാനാർത്ഥിയായിരുന്നു. പക്ഷേ എന്നിട്ടും അദ്ദേഹം ഒരു ജില്ലാ പഞ്ചായത്തിലേക്ക് വരെ അദ്ദേഹം മത്സരിക്കാൻ വേണ്ടിയിട്ട് അദ്ദേഹം തയ്യാറായിട്ടുണ്ട്. അങ്ങനെ ഒരുപാട് പേര് BJPക്കകത്ത് തയ്യാറായി വന്നിട്ടുണ്ട്. അപ്പോൾ കൃഷ്ണകുമാർ പാൽ സൊസൈറ്റി തിരഞ്ഞെടുപ്പിൽ മത്സരിച്ചു, അല്ലാന്നുണ്ടെങ്കിൽ കോർപ്പറേഷനിൽ മത്സരിച്ചു എന്നൊക്കെ ഉള്ളതൊരു ആരോപണമാണ്. ഒന്ന്. രണ്ട്, നമ്മൾ ശ്രദ്ധിക്കാത്തൊരു കാര്യമുണ്ട്. കൃഷ്ണകുമാർ പാലക്കാട് നിയമസഭയ്ക്കകത്ത് നിൽക്കുന്ന ഒരാളാണ്. അദ്ദേഹത്തിന് ഈ ഉപതെരഞ്ഞെടുപ്പ് വരെയും പാലക്കാട് നിയമസഭയിൽ മത്സരിക്കാൻ അവസരം ലഭിച്ചിട്ടുണ്ടായിരുന്നില്ല. നമ്മൾ ആ യാഥാർത്ഥ്യം കാണാതെയാണ് നമ്മളിത് പറയുന്നത്. അതാണ് ഞാൻ പറഞ്ഞത്, ഒരു നറേറ്റീവ് പറയുമ്പോൾ ശരിയാണെന്ന് തോന്നും. കൃഷ്ണകുമാർ പോയി മത്സരിച്ചത് മലമ്പുഴയാണ്. മലമ്പുഴയിൽ കൃഷ്ണകുമാർ മത്സരിക്കുന്നതിന് മുമ്പ് 5000 വോട്ടാണ് അവിടെ ഉണ്ടായിരുന്നത്. 5000 വോട്ടിൽ നിന്ന് 50,000 വോട്ടിലേക്ക് അദ്ദേഹം പ്രവർത്തിച്ചാണ് അവിടെ സംഘടന ആ പറയുന്ന രാഷ്ട്രീയമായിട്ട് അത്രയും വലിയൊരു മേൽക്കോയ്മയിലേക്ക് കൊണ്ടുവരുന്നൊരു സാഹചര്യം ഉണ്ടായത്. ഞാൻ ബ്ലേറ്റൻ്റായിട്ട് ഏതെങ്കിലും ഒരു ഗ്രൂപ്പിൻ്റെ വക്താവാകുന്നതോ അല്ലെങ്കിൽ ഒരു വ്യക്തിയെ ന്യായീകരിക്കുന്നതോ അല്ലെങ്കിൽ മറ്റെന്തെങ്കിലുമോ അല്ല. ഒഫീഷ്യലി പാർട്ടിക്ക് വേണ്ടി സംസാരിക്കേണ്ടുന്ന ആൾ എന്നുള്ള നിലയിൽ ആർക്ക് വേണ്ടിയിട്ട് സംസാരിക്കണം. പക്ഷേ പറയുന്നതിനകത്തൊരു ന്യായം ഉണ്ടാകണം എന്നുള്ളതാണ് എപ്പോഴും അതിനകത്തുള്ളൊരു വസ്തുത. ഇപ്പോൾ പാലക്കാട് കൃഷ്ണകുമാറിനെ സംബന്ധിച്ചിടത്തോളം അദ്ദേഹത്തിന് മലമ്പുഴയിൽ അദ്ദേഹം മത്സരിച്ച് അദ്ദേഹം പ്രവർത്തിച്ച് അവിടെ കയറിക്കൊണ്ടുവന്നതാണ് പാർട്ടിക്ക് ഇന്ന് അവിടെ ഉണ്ടായിരിക്കുന്ന ഇലക്ട്രലായിട്ടുള്ള അഡ്വാൻറ്റേജ്. സംഘടനാപരമായ അഡ്വാൻറ്റേജ് നേരത്തെ ഉണ്ട്. പക്ഷേ അതിനെ കൺവേർട്ട് ചെയ്ത് ഇലക്ട്രൽ അഡ്വാൻറ്റേജിലേക്ക് കൊണ്ടുവരാൻ വേണ്ടിയിട്ട് അദ്ദേഹത്തിന് സാധിച്ചിട്ടുണ്ട്. അദ്ദേഹം പാർലമെൻറ്റിൽ ഇത്തവണ മത്സരിച്ചിട്ടുണ്ട്. അപ്പോൾ അദ്ദേഹത്തെ പോലൊരാൾക്ക് ഒരു തവണയെങ്കിലും പാലക്കാട് നിയമസഭയിലേക്ക് മത്സരിക്കുവാനുള്ള ഒരവസരം നൽകുക എന്ന് പറയുന്നത് ഒരു ന്യായമായിട്ടുള്ള കാര്യമല്ലേ? ചിലപ്പോൾ ശോഭാ സുരേന്ദ്രൻ മത്സരിച്ചാൽ കൂടുതൽ എന്തെങ്കിലും സംഭവിക്കും, അല്ലെങ്കിൽ കെ സുരേന്ദ്രൻ മത്സരിച്ചാൽ കൂടുതൽ ഇതില്ല എന്നൊന്നും പറയുന്നില്ല. ചിലപ്പോൾ അവരൊക്കെ വളരെ പാൻ കേരള വലിയ അപ്പീലിംഗ് ആയിട്ടുള്ള ലീഡേഴ്സാണ്, അവരൊക്കെ സംഭവിക്കില്ല എന്ന് പറയും. പക്ഷേ കൃഷ്ണകുമാറിനെ പോലെ ഇങ്ങനെ കഴിവ് തെളിയിച്ച ഒരാൾക്ക് ഒരു തവണയെങ്കിലും പാലക്കാട് നിയമസഭയിലേക്ക് ഒരു അവസരം നൽകുക എന്ന് പറയുന്നത് ഒരിക്കലും അനീതിയാണ് എന്ന് നമുക്ക് പറയാൻ സാധിക്കില്ല. അദ്ദേഹത്തിന് കൊടുക്കേണ്ടതാണ്.
അല്ല, അദ്ദേഹത്തിന് മുമ്പ് അവസരങ്ങൾ കൊടുത്തിരുന്നില്ലേ എന്നാണ് അദ്ദേഹം ഉയർന്ന ചോദ്യം. പാലക്കാട് മറ്റ് പ്രാദേശിക തലത്തിൽ കഴിവ് തെളിയിച്ച നേതാക്കന്മാർ BJP. അല്ല, ഞാൻ ചോദിക്കുന്നത് സന്ദീപ് വാര്യർക്ക് അവസരം കൊടുത്തിരുന്നില്ലേ ഷൊർണൂരിൽ? കഴിഞ്ഞ നിയമസഭയിൽ അദ്ദേഹത്തിന് അവസരം കൊടുത്തിരുന്നല്ലോ. അപ്പോൾ തീർച്ചയായിട്ടും ഒരു തവണയെങ്കിലും ഇപ്പോൾ കൃഷ്ണകുമാറിനെ മാറ്റി നിർത്തിയിട്ട് മറ്റൊരാൾക്ക് കൊടുക്കണ്ട എന്നൊന്നും ഞാൻ പറയുന്നില്ല. പക്ഷേ അദ്ദേഹത്തിന് ഒരു തവണയെങ്കിലും പാലക്കാട് നിയമസഭയിൽ, ഇപ്പോൾ കഴിഞ്ഞ തവണ അദ്ദേഹത്തിൻ്റെ പേരായിരുന്നു സ്വാഭാവികയോടെ മത്സരിക്കാൻ വരേണ്ടിയിരുന്നത്. അപ്പോൾ ഈ ശ്രീധരൻ സാറിൻ്റെ പേര് അവിടേക്ക് വന്നു. അദ്ദേഹം മത്സരിക്കാൻ വേണ്ടിയിട്ട് തയ്യാറായി. അദ്ദേഹത്തെ കേരളത്തിൻ്റെ BJPയുടെ ഇലക്ട്രൽ മുഖമായിട്ട് തന്നെ കേരളത്തിൽ അവതരിപ്പിക്കുന്ന ഒരു സാഹചര്യമുണ്ട്. ഒരു പരാതിയില്ലാണ്ട് അദ്ദേഹം മാറി. അദ്ദേഹം വീണ്ടും മലമ്പുഴയിലേക്ക് തിരിച്ചു പോകുന്ന സാഹചര്യമുണ്ട്. അപ്പോൾ ഒരവസരം വരുന്ന സമയത്ത് അദ്ദേഹത്തിന് കൊടുക്കുന്നതിനകത്ത് നമുക്ക് അത്രയധികം വലിയ തെറ്റ് പറയാൻ സാധിക്കില്ല. അതിനകത്തൊരു അനീതി പാർട്ടി വിടാൻ വേണ്ടിയിട്ടൊരു സാഹചര്യം ക്രിയേറ്റ് ഇതുണ്ടാക്കാൻ പറ്റില്ല. പിന്നെ ഇതിനകത്ത് ഞാൻ പറയണം എന്ന് ആഗ്രഹിച്ച, അല്ലെങ്കിൽ ഞാൻ ചില കാര്യങ്ങൾ പറയാണ്. സന്ദീപ് വാര്യർ കോൺഗ്രസ്സിലേക്ക് വന്ന് പോയത്, പക്ഷേ അവിടെ എത്തിപ്പെട്ടതിന് ശേഷം നമ്മൾ മനസ്സിലാകുന്നത് അദ്ദേഹം മുസ്ലിം ലീഗിലാണ് എത്തിയതെന്നാണ് അദ്ദേഹത്തിൻ്റെ പിന്നീടുള്ള പ്രവർത്തനങ്ങളിലൂടെ നമുക്കൊരു ഇത് നിൽക്കുന്നത്. ഞാനിത് നമ്മൾ ഒബ്സർവ് ചെയ്യുമ്പോൾ ഉള്ളൊരു കാര്യമുണ്ട്. അതായത് ഈ പൊളിറ്റിക്കൽ ഇസ്ലാമിൻ്റെ ചില പ്രോജക്റ്റുകളുണ്ട്. ഇപ്പോൾ അത് ലോകം മുഴുവൻ ഏതാണ്ട് ഒരുപോലെയാണ് അത് ഓടുന്നത്. ഇപ്പോൾ ISIS എന്ന് പറയുന്ന ഒരു സംഘടന ലോകത്ത് പ്രവർത്തിച്ചിരുന്ന തീവ്രവാദ സംഘടനയാണ്. ഈ ISISനെ സംബന്ധിക്കുന്ന പല വാർത്തകളും നമുക്കിടയിൽ വന്നിട്ടുണ്ടായിരുന്നു. ഈ ISISനെ സംബന്ധിച്ച് പറഞ്ഞ വാർത്തകൾ ചിലതെന്ന് പറയുന്നത്, ഇത്രയധികം സ്ത്രീകളെ ലൈംഗിക അടിമകളാക്കി അവിടെ വെച്ചിരിക്കുന്നു, ഇത്രയധികം കുറേ ഈ സെക്ഷൽ റിലേറ്റഡ് ആയിട്ടുള്ള കുറേ വാർത്തകൾ വരെ. ഒരു പെൺകുട്ടി ഇത്ര പേര് ചേർന്ന് പീഡിപ്പിച്ചു. ഇത് ഞാൻ ഒരു ഉയർന്ന ഒരു IB ഉദ്യോഗസ്ഥനോട് ഒരിക്കൽ സംസാരിക്കാൻ അവസരം കിട്ടിയപ്പോൾ അദ്ദേഹം എന്നോട് പറഞ്ഞിരുന്ന കാര്യമുണ്ട്. ഇത് വെറുതെ വരുന്ന വാർത്തകളല്ല, ഇതൊരു ഇൻവിറ്റേഷൻ കാർഡാണ് ചിലർക്കുള്ള. അതായത് നിങ്ങൾ ISISലേക്ക് വരികയാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഇത്തരത്തിലുള്ള അരാജകത്വം പോലുള്ള സാധനങ്ങളിലേക്ക് പോകുവാൻ വേണ്ടിയിട്ടുള്ള അവസരം ഇവിടെ ലഭിക്കുന്നുണ്ട് എന്നുള്ളതാണ്. അപ്പോൾ ഇപ്പോൾ ഞാൻ മനസ്സിലാക്കുന്നിടത്തോളം ഇപ്പോൾ ഇദ്ദേഹം കാണിച്ചുകൊണ്ടിരിക്കുന്നത് മുഴുവനും മറ്റു പേർക്കുള്ള ഇൻവിറ്റേഷൻ കാർഡാണ്. അതായത് ഇവിടെ വന്നു കഴിഞ്ഞാൽ ഇത്രയും വലിയ സൗകര്യങ്ങളുണ്ട്, ഇത്രയും വലിയ യാത്രകളൊക്കെ നടത്താൻ പറ്റും, നിങ്ങൾ ഇത്രയും വലിയ ഒരു ലക്ഷൂറിയസ് ലൈഫിലേക്ക് നിങ്ങൾക്ക് മാറാൻ പറ്റും എന്നൊക്കെ ഉള്ള തലത്തിലുള്ള ഇൻവിറ്റേഷൻ കാർഡാണ് പൊളിറ്റിക്കൽ ഇസ്ലാം അവിടെ നിന്ന് ഇങ്ങോട്ടേക്ക് നീട്ടുന്നത്. ഇതിലൊക്കെ വീഴാൻ പറ്റുന്ന ആൾക്കാരുണ്ടോ എന്ന് എനിക്കറിയില്ല. ഓക്കെ, ഇപ്പോൾ അദ്ദേഹം വീണിട്ടുണ്ട് അതിനകത്ത്. എല്ലാവരെയും ഒന്നും ആ ഗണത്തിൽ പെടുത്തേണ്ട കാര്യമൊന്നുമില്ല. ഒന്നോ രണ്ടോ ഒക്കെ തെന്നിയും തെറിച്ച് ഇതുപോലെയൊക്കെ അവർക്ക് കിട്ടിയിട്ടുണ്ടാവും. അത് അവിടെ തന്നെ നിൽക്കും, അതിനപ്പുറത്തേക്കൊന്നും അത് പോവില്ല. ശരി, മറ്റൊരു പ്രധാനപ്പെട്ട കാര്യമായിട്ട് ഇപ്പോൾ രമേശ് ചെന്നിത്തലയ്ക്ക് പൂർണ്ണമായ പിന്തുണ SNDP, NSS അങ്ങനെയുള്ള സംഘടനകൾ കൊടുക്കുന്നു. CPMൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട വോട്ട് ബാങ്കുകളായിരുന്നു ഈ പറയുന്ന SNDP ആണെങ്കിലും KPMS ആണെങ്കിലും അങ്ങനെയുള്ള ചില സാമുദായിക സംഘടനകൾ. അപ്പം പിന്നീട് അവരെല്ലാം BJPയോടും വലിയ ഒരു അനുഭാവം പ്രകടിപ്പിച്ചിരുന്നു. ഇപ്പോൾ പൂർണ്ണ പിന്തുണ എന്ന രീതിയിൽ എല്ലാവരും രമേശ് ചെന്നിത്തലയോട് എടുക്കുമ്പോൾ അത് BJPക്ക് ഒരു തിരിച്ചടിയായി മാറും. എന്താണ് അങ്ങയുടെ ഒരു വീക്ഷണം? അല്ല, ഇലക്ഷൻ ഇനിയും 1.5 വർഷം ബാക്കിയുണ്ട്. അസംബ്ലി തെരഞ്ഞെടുപ്പിലേക്ക് ഇനിയും 1.5 വർഷം ബാക്കിയുണ്ട്. ആ 1.5 വർഷത്തിലേക്ക് നമ്മൾ പോകുന്ന സമയത്ത് ഇപ്പോൾ ഒരു വർഷം മുമ്പ്, ഈ 2024 തിരഞ്ഞെടുപ്പിന് ഒരു വർഷം മുൻപ് കേരളത്തിലെ സാഹചര്യം പരിശോധിക്കുമ്പോൾ BJP ഒരു 20% വോട്ടിലേക്ക് പോകും എന്നൊക്കെ ആരെങ്കിലും പറഞ്ഞു കഴിഞ്ഞാൽ സ്വാഭാവികമായിട്ട് മറ്റുള്ളവർ പറയും, അതൊക്കെ എങ്ങനെ സംഭവിക്കാനാണ്, ഒരിക്കലും സംഭവിക്കാൻ പോകുന്നില്ല എന്ന് പറയും. തിരഞ്ഞെടുപ്പിൻ്റെ സമയത്ത് പർട്ടിക്കുലർ ഒരു മാസം, ഒരു 45 ഡേയ്സിൽ നടക്കുന്ന സംഭവങ്ങളാണ് എപ്പോഴും ഒരു തിരഞ്ഞെടുപ്പിൻ്റെ ഗതിയെ നിർണ്ണയിക്കുക എന്ന് പറയുന്നത്. ഇപ്പോൾ ഒരു ഫെബ്രുവരി മാസത്തിലായിരുന്നു അല്ലെങ്കിൽ മാർച്ചിലായിരുന്നു ലോക്സഭാ തെരഞ്ഞെടുപ്പ് നടന്നിരുന്നെന്നുണ്ടെങ്കിൽ ചിലപ്പോൾ BJP 300-350 പോകുന്ന ഒരു സാഹചര്യം ഒറ്റയ്ക്ക് തന്നെ ഉണ്ടാകുമായിരുന്നു. പക്ഷേ അതല്ല, അതൊരു ഏപ്രിൽ മെയ്യിലേക്ക് പോയപ്പോഴേക്കും ഒരു 2 മാസം കൊണ്ട് മറ്റ് ചില സംഭവങ്ങളൊക്കെ ഉണ്ടാവുകയും ചില പ്രത്യേക കാരണങ്ങളൊക്കെ ഉണ്ടാവുകയും സംഭവിച്ചത് കാരണം, ചില കാൽക്കുലേഷൻ മിസ്റ്റേക്ക് ഉണ്ടായതും കാരണം 240 അത് ഇതാകുന്ന ഒരു സാഹചര്യം ഉണ്ടായി. വെറും 2 മാസം കഴിഞ്ഞ് നടക്കുന്ന അടുത്ത തെരഞ്ഞെടുപ്പ് വന്നപ്പോഴേക്കും, ഹരിയാന തെരഞ്ഞെടുപ്പ് വന്നപ്പോഴേക്കും BJP തകർന്നു പോകുമെന്ന് പറഞ്ഞിടത്ത് നിന്ന് വലിയ രീതിയിൽ തിരിച്ചു വരുന്ന സാധനം. ഇപ്പോൾ പൊളിറ്റിക്സ് എപ്പോഴും ഇത് ചേഞ്ച് ആയിക്കൊണ്ടിരിക്കും. ഇപ്പോൾ SNDP പിന്തുണ കൊടുത്തു, NSS പിന്തുണ കൊടുക്കുന്നുണ്ട് എന്നൊക്കെ പറയുന്നുണ്ട്. ആ പറയുന്നത് അവരുടെ സ്വാതന്ത്ര്യമാണ്. ഓരോ സംഘടനകളെ സംബന്ധിച്ചിടത്തോളം ഏത് വ്യക്തി വേണം, ഏത് സംഘടന വേണം, ഏത് പാർട്ടി വേണം എന്നൊക്കെ തീരുമാനിക്കാനുള്ള സ്വാതന്ത്ര്യം അവർക്കുണ്ട്. അവർ കൊടുക്കുന്നുണ്ട്. നമുക്ക് നോക്കാം. അത് ഇപ്പം നമുക്കൊരു വിലയിരുത്താൻ സാധിക്കില്ല.